ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന വളരെ പ്രൗഢമായ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിരുന്നു. വൈകിയുടെ ഒരു പ്രസംഗത്തിനോ പ്രഭാഷണത്തിനോ ഞാൻ മുതിരുന്നില്ല. മഹാകവി കുമാരനാശാൻ 100 വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ച ഒരു കവി നമ്മൾ ഇന്നും അതേ വികാരത്തോടു കൂടി ആശാനെ ആചരിക്കുന്നു, ഓർക്കുന്നു. ആശാന്റെ കാവ്യങ്ങൾ, ആശാന്റെ ജീവിത സമരം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ പ്രസക്തമായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന അനേകായിരങ്ങളുള്ള ഒരു നാടാണ്. കേരളത്തെ കേരളമാക്കി മാറ്റിയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ശ്രീനാരായണഗുരു നേതൃത്വം വഹിച്ച ആ മഹത്തായ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സാഹിത്യരംഗത്തെ അത് പ്രതിഫലിപ്പിച്ച ഒരു കുമാരനാശാൻ. അപ്പൊ ആ നവോത്ഥാന ചരിത്രം നമ്മുടെ ഇന്നത്തെ സമകാലിക കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ വളരെ വളരെ അത്യാവശ്യമായിരിക്കുന്നു എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ആചരണ സമിതി എം.കെ. സാനുമാഷിന്റെ അധ്യക്ഷതയിൽ കെ.പി. സജിയുടെ കൺവീനർഷിപ്പ് സംസ്ഥാന തലത്തിൽ രൂപവൽക്കരിക്കും. കാരണം നമ്മുടെ സമൂഹം ഇന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ എതിർത്ത് നമ്മൾ പോരാടി മാറ്റിയെടുത്ത പല അനാചാരങ്ങളും ജാതി വ്യവസ്ഥയുടെ അംശങ്ങളുമൊക്കെ തിരികെ വരുന്ന വളരെ വളരെ വേദനാകരമായ ഒരു സാമൂഹിക സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോകുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ പാഠങ്ങൾ, കുമാരനാശാന്റെ അതല്ലെങ്കിൽ അയ്യങ്കാളിയുടെ കേരളത്തെ കേരളമാക്കി മാറ്റിയ നവോത്ഥാന നായകരുടെ സമര ചരിത്രം പുതിയ തലമുറയെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ആ പാഠങ്ങളിലൂടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്ന ചരിത്രപരമായ കർത്തവ്യം നമ്മളിൽ അർപ്പിതമാണ്. അത് ഏറ്റെടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് തന്നെ കുമാരനാശാനെ പഠിക്കാതെ മുന്നോട്ട് പോകാനാവില്ല. ശരിയാണ് കൃഷ്ണകുമാർ സാർ പറഞ്ഞതുപോലെ കുമാരനാശാനെ നമ്മൾ ഓരോ തവണ പഠിക്കുമ്പോഴും നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട് എന്ന തിരിച്ചറിവാണ് ഓരോ സന്ദർഭത്തിൽ നമുക്ക് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കെ.പി. കുമാരൻ സാർ നിർമ്മിച്ച സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ കുമാരനാശാൻ സ്മാരകത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരു പഴയ കവി എന്നോട് പറഞ്ഞു, വാസ്തവത്തിൽ നമുക്ക് കുമാരനാശാനെ കുറിച്ച് അറിയില്ല. നമ്മൾ ഇനിയും യഥാർത്ഥത്തിൽ കുമാരനാശാനെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും പതിറ്റാണ്ടുകളായ കുമാരനാശാനെ കുറിച്ച് പഠിക്കുന്ന, കുമാരനാശാനെ പറ്റി ക്ലാസുകൾ എടുക്കുന്ന, കുമാരനാശാന്റെ കാവ്യങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്ന ഒരാൾ പറയുകയാണ് നമ്മൾ വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഇന്നത്തെ നമ്മൾ പഠിച്ചതല്ല, അതിനുമപ്പുറം ഇന്നത്തെ സാഹചര്യത്തിൽ നിർത്തിക്കൊണ്ട് ആശാൻ കൃതികൾ പഠിക്കേണ്ടുന്ന സന്ദർഭമാണ് എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം മാംസം നിബദ്ധമാണ് രാഗം എന്ന് എസ്.കെ. വസന്ത സാർ പറയുന്നു. അപ്പൊ നമ്മൾ അതിനെ വീണ്ടും വായിക്കുകയാണ്. അപ്പൊ അങ്ങനെ തന്നെയാണോ അവതരിപ്പിച്ചത് എന്നുള്ളത് വീണ്ടും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുകയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശാൻ എന്ന വിപ്ലവ കവി നമ്മുടെ ഉള്ളിൽ വിപ്ലവാഗ്നി ജ്വലിപ്പിച്ച ഒരു വിപ്ലവ കവി, അദ്ദേഹത്തിന്റെ ജീവിത സമരം അതൊരു പാഠമാക്കിയാൽ, അതൊരു മാതൃകയാക്കിയാൽ നമുക്ക് പുതിയ വിപ്ലവ കവികളെ സൃഷ്ടിക്കാൻ, നമുക്കൊരു പുതിയ കവികളെ ആവശ്യം, ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന സാഹിത്യകാരന്മാരുടെ ആവശ്യമാണ്. സാഹിത്യരംഗത്തും സാമൂഹ്യ രംഗത്തും തീർച്ചയായിട്ടും ആശാൻ സാഹിത്യരംഗത്ത് മാത്രം ഇതേപോലുള്ള കാവ്യരംഗത്ത് മാത്രം പ്രശോഭിച്ച ഒരാളല്ല. ആശാൻ ആ കാലഘട്ടത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരായി ഇറങ്ങി പോരാടിയല്ല വിപ്ലവകൻ. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് യോജിച്ച പദമല്ല, സാമൂഹ്യ വിപ്ലവകൻ. ഒരു പുതിയ സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള മനുഷ്യനില്ലാതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തതാണ് ആധുനിക മനുഷ്യൻ. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയത് കേരളത്തിലെ രാഷ്ട്രീയ സമരങ്ങൾ മാത്രമായിരുന്നു, രാഷ്ട്രീയ പോരാട്ടങ്ങൾ മാത്രമായിരുന്നു. നമ്മൾ പലപ്പോഴും തിരുത്തിയിരിക്കാറുണ്ട്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റങ്ങളാണ് കേരളത്തെ കേരളമാക്കിയത്. ശരിയാണ്,
കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റങ്ങൾ കേരളം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആധുനിക കേരളം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. അതിന്റെ ഹൃദയം സൃഷ്ടിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത് ഈ നവോത്ഥാന പ്രസ്ഥാനമാണ്. സാഹിത്യ രംഗത്തും സാമൂഹ്യ രംഗത്തും നടന്ന സാമൂഹ്യ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, ഒരു പുതിയ സാമൂഹിക വീക്ഷണം അവതരിപ്പിക്കുവാൻ നടത്തിയ ആ വിപ്ലവം. വാസ്തവത്തിൽ നമ്മൾ മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരണം ഈ സാമൂഹ്യ വിപ്ലവത്തിന്റെ പ്രതിധ്വനികൾ, അതിന്റെ ചരിത്രപരമായ പങ്ക് നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എളിയ പരിശ്രമമാണ്. അതുകൊണ്ടാണ് ഇത് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കായികരയിൽ നിന്ന് ആരംഭിക്കാം. 10-ാം തീയതി, ഈ മാസം 10-ാം, 5 ദിവസം കൂടി വരും. അപ്പൊ കായികരയിൽ നിന്ന് ആരംഭിച്ച് പല്ലനി മഹാകവി അവസാനം വിലയം പ്രാപിച്ച പല്ലനി ആ ആറ്റിൻ തീരത്ത് നമ്മൾ എത്തിച്ചേരുന്ന ഒരു പ്രസ്ഥാനം നമ്മൾ കെട്ടിപ്പടുക്കുക. അതൊരു മൂവ്മെന്റ്, ഒരു ആചരണ പരിപാടിയാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ നോട്ടീസ് സന്മാഷത്തെ നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ഈ ജാഥയുടെ ഭാഗമാണ്. ഈ ജാഥയല്ല, വസ്തുതയിൽ ഒരു നവോത്ഥാന സന്ദേശ യാത്രയാണ്. അപ്പൊ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു നവോത്ഥാന സന്ദേശ യാത്രയാണ്. അത് 10-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കായികരയിൽ ആരംഭിക്കുന്നു. 11-ാം തീയതി രാവിലെ കുമാരനാശാൻ തോന്നിക്കൽ കുമാരനാശാൻ സ്മാരക കേന്ദ്രത്തിൽ ഇതിന്റെ ജാഥയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ ആരംഭം കുറിക്കുന്നു. 11 മണിക്ക് പെരുമൊഴി ഒരു സ്വീകരണ സമ്മേളനം ചേർന്ന്, വൈകുന്നേരം പോത്തങ്കോട് സമ്മേളനം ചേർന്ന്, പിറ്റേ ദിവസം രാവിലെ 12-ാം തീയതി ആറ്റിങ്ങിൽ ആരംഭിക്കുന്നു. അതിനുശേഷം വർക്കലയിൽ അന്ന് വൈകുന്നേരം സമാപിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ വൈകുന്നേരം ആരംഭിക്കുന്നു. അങ്ങനെ അത് ഒടുവിൽ ആലപ്പുഴയും അമ്പലപ്പുഴയും എല്ലാം കഴിഞ്ഞ് പല്ലനി എത്തിച്ചേരുന്ന ഒരു ഷെഡ്യൂളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ശ്രീ കെ കുമാരനും റഫീഖ് അഹമ്മദും പി എൻ ഗോപികൃഷ്ണനും പ്രൊഫസർ കെ ശശികുമാറും നാരായണക്കുട്ടിയും രാജാവാരിയും ചേരാവളി ശശിയും അങ്ങനെ അനേകം സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നയിക്കുന്നു. സാനിമാഷ് സമാപന സെഷനിൽ അവിടെ പലരെയും എത്തിച്ചേരും. ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനത്തോടു കൂടിയായിരിക്കും നമ്മൾ നടത്തിയെടുക്കുക. അതിനേക്കാൾ ഉപരി ആ സന്ദേശം നമുക്ക് വിദ്യാർത്ഥികളിലും യുവാക്കളിലും പുതിയ തലമുറയിൽ കൊണ്ടെത്തിക്കാൻ കഴിയണം. അതിനുള്ള ഒരു സന്ദർഭമായി ഈ ആചരണ പ്രവർത്തനങ്ങളെ കാണണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അവരെ വിവേകികൾ എന്ന മഹാകവി കുമാരനാശാന്റെ ആ കാവ്യത്തിലടങ്ങിയിരിക്കുന്ന ആന്തരാർത്ഥം, അന്യ ജീവികൾക്ക് വേണ്ടി, മറ്റു മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുന്നതാണ് വിവേകികളായിട്ടുള്ള മനുഷ്യന്റെ ഒരു സ്വഭാവം, അതിന്റെ ഒരു ലക്ഷണം എന്ന് മഹാകവി കുമാരനാശൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വരിയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയൊരു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയുന്ന ആ സമർപ്പണം ഈ സമ്മേളനത്തിന്റെ, ഈ സന്ദർഭത്തിന്റെ ഒരു മുദ്രാവാക്യമായി എടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ സംശീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇനി വരാൻ പോകുന്ന നാളുകളിലെ പോരാട്ടങ്ങൾക്ക് ആശാന്റെ കൃതികളും ആശാന്റെ ജീവിത സമൂഹവും പാഠമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും